ഹായ് ചങ്ങാതി ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഇടുന്നില്ല, ലൈവിലാണ് ഇപ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. നമ്മളിപ്പം ഡെയിലി 1 മണിക്കും രാത്രി 7 മണിക്കുമാണ് നമ്മൾ ലൈവ് ഇടുന്നത്. താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ ലൈവിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളത്. യെസ്, ഇന്ന് എമ്പുരാൻ മൂവീനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലാറ്റസ്റ്റ് സമയങ്ങളായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിവ്യൂ. അപ്പോൾ റിവ്യൂ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ട്രോൾ വീഡിയോ ഷെയർ ചെയ്യാം. ഇവിടെ കൊടുക്കാം കേട്ടോ, ട്രോൾ വീഡിയോ ഷെയർ ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് വരൂ. അയ്യോ എന്നെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ അവനാണ് അഹങ്കാരം. ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. ഇവനെന്താ ഇങ്ങനെ 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രതീക്ഷ പോലെ ഒന്നും അവനായി. ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. அது என்ன ஃபர்ஸ்ட் லுக் நல்லா இருக்கு, டெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. என்ன நம்புறியாடா? അതായത് നമ്മൾ ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത്. ലൂസിഫറെ എച്ചാതിക്കിട്ട് പടം. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ. അങ്ങനെ കണ്ടപ്പോഴും ഭയങ്കര നിരാശയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരിനൊക്കെ എന്തോ അത് ഇത്രയും വലിയ ഒരു പടം, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ള ഒരു പടം ഈ റാവത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാരൻ. ശരിയാ, അല്ലെങ്കിൽ ഒരു നായകനാവണം എന്തോ ഒരു കുറവ് നിനക്കുണ്ട് അല്ലേ? നീ പ്രൊഡക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസും ചെയ്യില്ല. സൂപ്പറോടാ, ചുമ്മാ ഓരോ നെഗറ്റീവ്സ് അറിയാം. സൂപ്പറോടാ കാണാൻ ഉണ്ട്. എന്റെ ഇടയിൽ ശരി, എന്റെ ഇടയിൽ ശരി. ഇവിടെ എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ച് കയറുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൂസിഫറിനെ പോലെ തന്നെ അത്രയും ലെവലിൽ എത്തിച്ചു. ഞാൻ പറയും മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റ് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ട്രോൾ വീഡിയോ. ഈ ട്രോൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ചിലർ പറയുന്നത് ഭയങ്കര ഫ്ലോപ്പ് പടമാണ്, ചിലർ പറയുന്നത് ഭയങ്കര രോമാഞ്ചം വരുന്ന പടമാണെന്ന്. ആക്ച്വലി എൻ്റെ അഭിപ്രായം ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡാണ്. ഒരു ആവറേജ് മൂവിയാണ്. ഭയങ്കരമായ സംഭവങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊന്നും ആരും ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്. ആൾ പറഞ്ഞത് കറക്റ്റ്, ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാണ്. ഇതൊരു ചെറിയ പടമാണ്. പക്ഷേ നമ്മളാണ് ആക്ച്വലി ഇത് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് നമ്മുടെ തെറ്റാണ്. പൃഥ്വിരാജിനെയോ മോഹൻലാലിനെയോ ഒന്നും ആന്റണി പെരുമ്പാവൂർ ആരെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. നമ്മളാണ് തെറ്റുകാർ. നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മലയാളികളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ അല്ലേ പ്രശ്നം, അവരുടെ പ്രശ്നമല്ല. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്. പിന്നെ എന്തിനാണ് ഇത്രയും സ്കെയിലിൽ, ഇത്രയും ഈ ടർക്കി, UK, ചൈന, എത്ര സ്ഥലങ്ങളിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്? അതിൻ്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാവാത്താണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇത്രയും രാജ്യങ്ങളിൽ പോയി ഒരു പടം ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ റോള്, എൻ്റെ പൊന്നമ്മച്ചി പെറ്റത്തള്ള സഹിക്കില്ല. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പെറ്റത്തള്ള സഹിക്കില്ല. എന്താണിത്, എന്തിട്ട് കാണിച്ചേക്കണം? അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. പക്ഷേ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ ഇപ്പോൾ എല്ലാം പറയുന്നത്. നമ്മുടെ സ്റ്റീഫൻ നെടുമുടിയായിട്ട് വരുന്ന ഒരു 2 ഷോട്ടുണ്ട്. അത് രണ്ടും കിടിലനായിരുന്നു. എന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഫാൻസ് എന്നുള്ള ഒരു സാധനമൊക്കെ അങ്ങ് ഉണരും. അത്രയും സൂപ്പർ ഷോട്ടുകളായിരുന്നു അതെല്ലാം. പിന്നെ ചില ഷോട്ടുകളുടെ കാര്യം പറയുമ്പം സിനിമാറ്റോഗ്രാഫി വരുന്നത് സുജിത് വാസുദേവനാണ്, മ്യൂസിക് ദീപക് ദേവ്, പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ, ഡയറക്ഷൻ പൃഥ്വിരാജ്, സ്റ്റാറിൻ ലാലേട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് കാസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട്. ടോവിനോൻ്റെ അഭിനയം നന്നായിരുന്നു. നമ്മുടെ മഞ്ജു വാര്യർ അടിപൊളിയായിരുന്നു. കുറേ ആളുകളൊക്കെ എന്താണ് ആർക്കും ഒന്നും മിണ്ടാനില്ലാത്ത പോലെ ഒരു ശോകം പടം അങ്ങനെ തോന്നും. ചില മൊമെൻറ്റ്സ് ഭയങ്കര ലാഗ് അടിച്ച് പോകുന്ന പോലെ തോന്നും. ഒരു ആവറേജ് പടം, ഒരു 1 ടൈം വാച്ചബിൾ മൂവി. ഒരു 3-4 ഷോട്ട് കുറച്ച് നമുക്ക് എന്നുള്ളൊരു ആവേശം വരും. അതല്ലാതെ ഓവറോൾ അങ്ങനെ വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബോറാണ്, നമുക്ക് കണ്ടിരിക്കാനേ പറ്റില്ല എന്നുള്ള ടൈപ്പോ അങ്ങനത്തെ മൂവിയോ കാര്യമൊന്നുമല്ല. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സാധാ മൂവി. ഭയങ്കര വലിയ എക്സ്പെക്ടേഷനോട് കൂടെ പോവാതെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് ആണെന്ന് വിചാരിക്കാതെ വേണം കേട്ടോ ഈ പടം കാണാം. പിന്നെ അത് പറയേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ഭയങ്കരമായൊരു കണക്ഷനോ കാര്യങ്ങളോ. ഈ അബ്രഹാം ഖുറേഷി, പ്രിയദർശിനി രാമദാസ്, ജതിൻ രാമദാസ്, PKR, സായിദ് മസൂദ്, ഇങ്ങനത്തെയുള്ള കുറച്ച് പേരുകൾ നമുക്ക് ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. അതല്ലാതെ ഭയങ്കരമായിട്ട് ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ഈ അബ്രഹാം ഖുറേഷിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പം ചെറിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കാണാം. ഒരു സിമ്പിൾ പടമായിട്ട്, ഒരു മോഹൻലാൽ പടം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ലാലേട്ടൻ പടം എന്നുള്ള റേഞ്ചൊന്നുമില്ല. ഒരു മോഹൻലാൽ പടം അങ്ങനെ പോയിട്ട് കാണാം. പൃഥ്വിരാജ്, എനിക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമായിട്ട്. സിനിമാറ്റോഗ്രാഫി ചില ഷോട്ട്സിലൊക്കെ നമുക്ക് തോന്നും പരുന്തിൻ്റെ കാലുമയാണോ ഈ ക്യാമറ വെച്ചിട്ട് പോകുന്നതെന്നൊക്കെ തോന്നും. അത്രയും അങ്ങനെ സിനിമാറ്റോഗ്രാഫി ഈസ് ഗുഡ്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ ആസ് അബ്രഹാം ഖുറേഷി പോരാ. അതുപോലെ തന്നെ ഈ അബ്രഹാം ഖുറേഷി ആയിട്ടുള്ള ലാലേട്ടൻ്റെ 1-2 ഷോട്ടുകൾ കൊള്ളാം. അതായത് ഈ സ്ലോ മോഷനിൽ കാണിക്കുന്ന ഷോട്ടുകൾ കൊള്ളാം. അതല്ലാതെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പം ലാലേട്ടൻ്റെ ആ ഒരു മാസ് എന്നൊന്നുമില്ല.
അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, ഒന്നുമില്ല എന്നുള്ളതല്ല, ഒരു നോർമൽ പടം. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള സീൻ ആരും മിസ്സാക്കാതെ ഇരിക്കുക. കാരണം ഇൻ്റർവെല്ലിൽ നിങ്ങൾ പുറത്ത് പോയി ലേറ്റായിട്ട് കയറാതിരിക്കുക. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള പോർഷൻ രോമാഞ്ചം സീനാണ്, അത് കിടുവാണ്, അതാരും മിസ്സാക്കാതെ ഇരിക്കുക. അങ്ങനെ ഒരു 2-3 ഷോട്ടുകളാണ് നമുക്ക് അമ്പോ കൊള്ളാം എന്നുള്ളത് തോന്നുക. അപ്പോൾ പടം ബോറ് പടമല്ല, ആസ് മൈ ഒപ്പീനിയൻ. ബോറ് പടമല്ല, വൺ ടൈം വാച്ചബിളാണ്. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4-5 ഷോട്ട്സ് നല്ലതുണ്ട്. നോർമൽ മൂവി ആയിട്ട് പോവുക. ലൂസിഫറുമായിട്ട് വല്ലാണ്ട് കണക്ഷൻ ഒന്നുമില്ല. ഇതൊരു സായിദ് മസൂദ് പടമാണെന്നാണ് എനിക്ക് തോന്നിയത്. അബ്രഹാം ഖുറേഷിയുടെ ഒരു കഥ പറയുന്ന, അല്ലെങ്കിൽ അയാളെ പറ്റി അത്രയും മറ്റേ പീക്ക് കൊടുത്തിട്ടാണല്ലോ ലൂസിഫറിൽ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടൊന്നും ആരും വിചാരിക്കേണ്ട. ഫ്രഷ് പടമായിട്ട് പോകുക. അതായത് എംപുരാൻ L2 എന്നുള്ളത് വിട്ട് എംപുരാൻ എന്നുള്ളൊരു പടം കാണാനാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് അബ്രഹാം ഖുറേഷിനെ അറിയാം, ലൂസിഫർ മറ്റേ സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രഹാം ഖുറേഷി, സായിദ് മസൂദ്, പ്രിയദർശിനി, ജഡൻ രാമദാസ്, PKR, പിന്നെ കുറേ മറ്റേ മേടയിലാശാൻ, അങ്ങനെ കുറേ പേര് വേറെ, സായികുമാറിൻ്റെ റോള്. അതൊക്കെ സൈലൻറ്റ് ക്യാരക്ടേഴ്സ് പോലെ, ഒന്നും മിണ്ടുന്നൊന്നുമില്ല. കുറച്ച് ഡയലോഗേ ഉള്ളൂ. മോഹൻലാലിന് ഈ അബ്രഹാം ഖുറേഷിക്ക് തന്നെ 4-5 ഡയലോഗുള്ളതെന്ന് തോന്നുന്നു. അതാണ് നേരത്തെ ആ ചേട്ടൻ പറഞ്ഞത്. ലാലേട്ടനെ പോലെ ഇത്രയും മാസമായിട്ടുള്ള ഒരാൾക്ക് അതിനകത്ത് ഭയങ്കര ഡയലോഗൊന്നുമില്ല. പക്ഷേ ഫിലിം അറൗണ്ട് ഒരു 3 hours ഉണ്ട്, 2.47 hours ഉണ്ട്. എങ്ങനെയാണ് അത് ഇത്രയും നേരത്തേക്ക് എത്തിയെന്നുള്ളത് അറിഞ്ഞാൽ ബോറടിക്കില്ല. അത് ഞാൻ പറഞ്ഞത്, ബോറടിക്കില്ല. 3 hours കാണാം, കണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്കിങ്ങനെയാണ് എൻ്റെ ഒപ്പീനിയനായിട്ട് എനിക്ക് തോന്നിയത്. ബോറടിക്കില്ല. നിങ്ങളുടെ ക്യാഷ് പോയി എന്നുള്ളത് വേണ്ട, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ പടം കണ്ടിറങ്ങിയ ഒരു ഫീൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ലാലേട്ടൻ, പൃഥ്വിരാജിൻ്റെ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒപ്പീനിയൻ. ബോർ പടമല്ല, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി. അപ്പോൾ എന്തായാലും വൺ ടൈം വാച്ചബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പോയിട്ട് മൂവിയൊക്കെ കാണുക. ഒപ്പീനിയനും കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒപ്പീനിയനായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാം. നെഗറ്റീവായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പറയാം. കാരണം എല്ലാം ഓരോരുത്തരുടെയും ഒപ്പീനിയൻ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നമുക്ക് പടത്തിനെ പൊട്ടിക്കണമെന്നില്ല, വല്ലാണ്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ആളല്ല. ഞാനൊരു മിഡ് പേഴ്സൺ, ആവറേജ് മൂവിയാണെന്നുള്ള ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയിട്ട് പടമൊക്കെ കാണാം. വൺ ടൈം വാച്ചബിളാണ്, ബോറടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, സീ യു.